സംഘപരിവാർ എമ്പുരാൻ സിനിമയുടെ പശ്ചാത്തലത്തിൽ ഓർഗനൈസറിൻ്റെ ലേഖനത്തിലൂടെ സംഘപരിവാർ ഏതാണ്ട് ഔദ്യോഗികമായി തന്നെ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് അത് ഒരു ഇന്ത്യ വിരുദ്ധ സിനിമയാണെന്നൊരു നരേഷൻ ബിൽഡപ്പ് ചെയ്തിരിക്കുന്നു. ആവിഷ്കാര സ്വാതന്ത്ര്യങ്ങൾക്കുമേൽ വലിയ കൂച്ചുവിലങ്ങിടേണ്ടതുണ്ട് എന്ന ഒരു സന്ദേശം വരികയാണ്. അതെല്ലാം സ്വാഭാവികമായും നയരൂപീകരണത്തിൽ അത് ത്വരിതപ്പെടുത്തും ഇത്തരം കാര്യങ്ങളെ എന്ന് കാണുകയാണ്. അതുകൊണ്ട് തന്നെ സംഘപരിവാറിൻ്റെ ഇത്തരം നിലപാടുകൾ, ഭ്രാന്തവും അന്യവുമായ ഇത്തരം നിലപാടുകൾക്കെതിരെ ജനാധിപത്യ ശക്തികളാകെ ഒരുമിച്ച് അണിനിരക്കേണ്ടതുണ്ട് എന്നതാണ് ഇത് സംബന്ധിച്ച് പ്രാഥമികമായി പറയാനുള്ളത്. ഒരു സിനിമയിൽ തീർച്ചയായും വിയോജിപ്പുകളും യോജിപ്പുകളും ഉണ്ടാകാം. ഞാൻ എമ്പുരാൻ സിനിമ കണ്ടൊരാളാണ്. ആ സിനിമയിൽ എനിക്ക് വിയോജിക്കാൻ മാത്രമുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. രാഷ്ട്രീയമായി വിയോജിക്കാനുള്ള കാര്യങ്ങളുണ്ട്. ഒരു കലാസ്വാദകൻ എന്ന നിലയിൽ അതിനെ വിമർശിക്കാനുള്ള ഒരു എസ്തറ്റിക് സെൻസിൻ്റെ ആംഗിളിൽ വിമർശിക്കേണ്ട ചില കാര്യങ്ങളുണ്ടാകാം. യോജിക്കുകയും സന്തോഷം നൽകുകയും ചെയ്യുന്ന കാര്യങ്ങളും ഉണ്ടാകാം. പക്ഷേ അതിൻ്റെ സ്പിരിറ്റിൽ എടുക്കുന്നതിനപ്പുറത്ത് അതിനെ തന്നെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പുതിയൊരു വിദ്വേഷത്തിൻ്റെ നരേഷൻ സൃഷ്ടിക്കുകയാണ്. ആ വിദ്വേഷത്തിൻ്റെ നരേഷൻ ഇപ്പോൾ അതിനകത്ത് എത്ര ആപൽക്കരമായ, ഞാനത് ആവർത്തിക്കാൻ ആഗ്രഹിക്കുന്നില്ല, ആപൽക്കരമായ പരാമർശങ്ങൾ ഓർഗനൈസറിൻ്റെ ലേഖനം നടത്തുന്നുണ്ട്. അതുകൊണ്ട് യഥാർത്ഥത്തിൽ ഈ നിമിഷം നമ്മൾ തള്ളിപ്പറയേണ്ടത് എമ്പുരാൻ എന്ന സിനിമയല്ല, മറിച്ച് ഓർഗനൈസറിൻ്റെ ലേഖനത്തെയാണ്. എല്ലാ ശക്തി ഉപയോഗിച്ച് രാജ്യത്തെ, കേരളത്തിലെ ജനാധിപത്യ ശക്തികളാകെ, മതനിരപേക്ഷ ശക്തികളാകെ ഓർഗനൈസറിൻ്റെ ലേഖനത്തിനും സംഘപരിവാറിൻ്റെ വിദ്വേഷ പ്രചരണത്തിനുമെതിരെ അണിനിരക്കേണ്ട ഘട്ടമാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. ഒരു കാര്യം കൂടി ഇതിൽ കൂട്ടിച്ചേർക്കാനുള്ളത്, RSSനെയും സംഘപരിവാറിനെ ആകെയും അസ്വസ്ഥപ്പെടുത്തിയത് ഗുജറാത്ത് വംശഹത്യയെ വീണ്ടും ആ സിനിമയിൽ ചിത്രീകരിച്ചിരിക്കുന്നു എന്നതാണ്. 2002 ഗുജറാത്ത് വംശഹത്യ എന്നത് യാഥാർത്ഥ്യമാണ്, അതൊരു റിയാലിറ്റിയാണ്. ആ ചരിത്ര യാഥാർത്ഥ്യത്തെ അവർ മാച്ചുകളയാൻ ശ്രമിക്കുകയാണ്. അതിനെ വീണ്ടും ഓർമ്മപ്പെടുത്താൻ ശ്രമിക്കുകയാണ്. ഇപ്പോൾ ഇത് മാത്രമല്ല, ഇതിനു മുമ്പും ഗുജറാത്ത് വംശഹത്യയെ ഏതെങ്കിലും വിഷ്വലൈസ് ചെയ്യാൻ ആരൊക്കെ ശ്രമിച്ചിട്ടുണ്ടോ, അത് എഴുത്തിലാകട്ടെ, അത് സിനിമയിലാകട്ടെ, അത് വീണ്ടും റിക്രിയേറ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ള എല്ലാവരും ഇതുപോലെ സംഘപരിവാറിൻ്റെ കല്ലേറും വേട്ടയാടലിനും വിധേയമായിട്ടുണ്ട്. അതാണ് ഇവിടെയും ആവർത്തിച്ചിരിക്കുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ എമ്പുരാൻ സിനിമയുടെ ആദ്യ ഭാഗത്ത് കാണിക്കുന്ന ഗുജറാത്ത് വംശഹത്യയെ പരാമർശിക്കുന്ന 2002 ഇൻസിഡൻസ് ആ സിനിമ എൻ്റെ അഭിപ്രായത്തിൽ എത്ര ലഘുവായാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. ആ സിനിമയിൽ കണ്ടതിനേക്കാൾ വലിയ യാഥാർത്ഥ്യങ്ങളല്ലേ അവിടെ നടന്നത്. അപ്പോൾ ഇന്നത്തെ തലമുറ, പുതിയ സമൂഹം വളരെ ഒരു ജനപ്രിയമായ ഒരു സിനിമയുടെ ഒരു ഭാഗത്ത്, ഒരു പർട്ടിക്കുലറായൊരു ഭാഗത്ത് മാത്രം ഒരു ചെറിയ പോർഷനിൽ ഗുജറാത്ത് വംശഹത്യയെ റീക്രിയേറ്റ് ചെയ്യുന്നു. അതും അതിൻ്റെ ആഴത്തിലൊന്നും അത് അനുഭവപ്പെടുന്നില്ല എന്ന് വേണമെങ്കിൽ പറയാം. വായിച്ചറിഞ്ഞതിൽ വെച്ച് അന്നത്തെ ഇന്ത്യയിൽ ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥി എന്നുള്ള നിലയിൽ, അന്നത്തെ ലിറ്ററേച്ചറുകളിലൂടെ, വായനയിലൂടെ ഒക്കെ കടന്നുപോയ ഒരാളെന്ന നിലയിൽ നമുക്ക് ഏവർക്കും അത് കാണാൻ കഴിയും. പക്ഷേ എന്നിട്ട് പോലും അതിനോട് അസഹിഷ്ണുത കാണിക്കുന്നത് ചരിത്രത്തെ അവർ ഭയപ്പെടുന്നത് കൊണ്ടാണ്. അങ്ങനെ അവർ ഭയപ്പെട്ടത് കൊണ്ടും ഭീഷണിപ്പെടുത്തത് കൊണ്ടും നാളെ ഏതെങ്കിലും ഒരു കലാകാരനോ ഏതെങ്കിലും ഒരു ആവിഷ്കാരത്തിലേക്ക് കടന്നു വരുന്ന ഒരാളോ അങ്ങനെ ചരിത്ര യാഥാർത്ഥ്യങ്ങൾ ചിത്രീകരിക്കൽ നിന്ന് പിന്നോട്ട് പോകാൻ പാടില്ല. ഇങ്ങനെ ഇവർ പേടിപ്പിക്കുന്നത് കൊണ്ടാണ്, ഭയപ്പെടുത്തിയിട്ട് അവർ ചെയ്യാൻ ശ്രമിക്കുന്നത്. നിങ്ങൾ നാളെ ഗുജറാത്ത് വംശഹത്യയെക്കുറിച്ച് ആരെങ്കിലും ഇനി പറയാൻ തുടങ്ങിയാൽ, ഒരു നോവലിൽ പരാമർശിക്കാൻ തുടങ്ങിയാൽ, ഒരു സിനിമയിൽ അത് പ്രതിപാദിക്കാൻ ശ്രമിച്ചാൽ അയ്യോ ഇത് കൈകൊള്ളും എന്നൊരു തോന്നൽ ഉളവാക്കുകയാണ്. അത് ശരിയല്ല. അത് ഇന്ത്യയിൽ ഒരിക്കലും ആവർത്തിച്ചുകൂടാനാകാത്ത ഏറ്റവും അപരിഷ്കൃതമായ ഒരു യാഥാർത്ഥ്യമായിരുന്നു അന്ന് യഥാർത്ഥത്തിൽ ഗുജറാത്തിൽ സംഭവിച്ചത്. അത് സ്വതന്ത്ര ഇന്ത്യയിൽ സമാനതകളില്ലാത്ത സംഭവങ്ങളിലൊന്നാണ്. ഒരു കാരണവശാലും അതിനെ ആവർത്തിക്കാൻ പാടില്ല. അത് ഓർമ്മിപ്പിക്കുന്നത്, ഒരു ചലച്ചിത്രത്തിലൂടെ അത് ഓർമ്മിപ്പിക്കുന്നത് അത്തരം വിദ്വേഷകരമായ സാഹചര്യങ്ങൾ ഇനി ഉണ്ടാകരുതെന്ന സന്ദേശമല്ലേ കൊടുക്കുന്നത്. അതിനെ ആ സ്പിരിറ്റിലെടുക്കാതെ ഇപ്പോഴും വംശഹത്യയെ ഉയർത്തിപ്പിടിക്കുകയാണ്. വംശഹത്യക്കെതിരെ ആരും പറയാൻ പാടില്ല, ഗുജറാത്തിനെ ആരും ഓർമ്മിപ്പിക്കാൻ പാടില്ല, ഗുജറാത്തിനെ തൊട്ട് കളിക്കരുത്, ഗുജറാത്തിനെ കലാപത്തെ അല്ലെങ്കിൽ വംശഹത്യയെ ഇനി ആരും പരാമർശിക്കരുത് എന്നുള്ള ഭീഷണിയാണ് യഥാർത്ഥത്തിൽ ഓർഗനൈസറിൻ്റെ ലേഖനത്തിലും സംഘപരിവാറിൻ്റെ പൊതുവിലുള്ള ആക്രമണത്തിലും വ്യക്തമാകുന്നത്. അതുകൊണ്ട് തള്ളിക്കളയേണ്ടത് ഏതെങ്കിലും ഒരു സിനിമയല്ല, ഓർഗനൈസറിൻ്റെയും സംഘപരിവാറിൻ്റെയും വിദ്വേഷ പ്രചരണങ്ങളെയാണ് എന്നതാണ് എനിക്ക് ഇത് സംബന്ധിച്ച് പറയാനുള്ളത്.